പല കുരുക്കിലും കെട്ടിപ്പെട്ട് കിടക്കുന്ന നമുക്ക് ചില കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് സുബോധമുണ്ടാകുന്നത്. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഉടനെ സ്വർണം ഊരാനാണ് എന്ന് പറയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു വന്നത്. എന്നാൽ സത്യം നമ്മൾ അറിയുകയും ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് സ്വർണം ഊരിയുന്നതാണ് ദൈവേഷ്ടമെന്നാണ്. എന്നാൽ ഇവിടെ സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ഇമ്പോർട്ടൻ്റായിട്ട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആ ഓരോ വാക്യത്തിലും സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ എന്താണ് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യമായി ഒരു കഥ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പണത്തിൽ വിശ്വസിച്ച അല്ലെങ്കിൽ പണത്തിൽ വിശ്വാസം വെച്ച ഒരു മനുഷ്യനെക്കുറിച്ച്, ഒരു ഗ്രീഡിയായ മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വത്തിനെയും സമ്പത്തിനെയും സകലമായ സ്ഥാനത്തെയും എല്ലാം. അദ്ദേഹം ഒരു സംതിങ് ആയിരുന്നു ഈ ലോകത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ധനികനായ ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളരെ സമ്പന്നനായി. അദ്ദേഹത്തിൻ്റെ പിതാവിന് ശേഷം അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്മാനായി മാറി. അദ്ദേഹത്തിന് വലിയ വലിയ വീടുകളുണ്ടായിരുന്നു, അനേക വീടുകളുണ്ടായിരുന്നു, ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, വലിയ വലിയ കമ്പനികളുണ്ടായിരുന്നു, വലിയ കൂറ്റൻ ബിൽഡിങ്സ്, കാറുകൾ, സ്വർണം, പണം, സമ്പത്ത് എല്ലാം അദ്ദേഹം നേടിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാധിച്ചു. ഈ പണം തന്നെയാണ് എൻ്റെ സുരക്ഷ, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത്, എൻ്റെ സർവവും എന്ന് വിചാരിച്ച ആ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുഴുവനും തകർന്നു പോകുവാനിടയായി. സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ അനേകർ ദൈവത്തിലേക്ക് വരുവാനിടയായത് സമ്പത്തുകൾ നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ രോഗികളായി തീരുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോഴാണ്. അതേപോലെ തന്നെ ഈ മനുഷ്യനും സകലവും നഷ്ടമായ ഒരു സമയമുണ്ടായി. നമ്മൾ തന്നെ കേരളത്തിൽ ഒരു ദേവദാസൻ്റെ മിനിസ്ട്രിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സാക്ഷ്യങ്ങൾ. അദ്ദേഹത്തിന് അനേക കോളേജുകളുണ്ടായിരുന്നു എറണാകുളത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തതും, അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ പോലും റേപ്പ് ചെയ്യാനായിട്ട്, ചെറിയ കുഞ്ഞുങ്ങളെ പോലും മിസ്യൂസ് ചെയ്യാനായിട്ട് ആളുകൾ ഇങ്ങനെ കയറി വരും. അദ്ദേഹം അനുഭവിച്ച വേദനകളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പണമില്ല, സുഹൃത്തുക്കളെല്ലാം പതുക്കെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുടുംബം പോലും ദുർബലമായി. കാരണം യോബിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ, ഇനിയെങ്കിലും നിനക്ക് ഈ ദൈവത്തെ ഒന്ന് മറുത്തു പറഞ്ഞൂടെ. അവൻ ഭയത്തിലായി, വിഷമത്തിലായി, വീണുപോയി, രോഗിയായി തീർന്നു. പിന്നെ അദ്ദേഹത്തിന് ഉറക്കമില്ലാതെയായി. ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വെളിച്ചത്തിൻ്റെ ഒരു സമയം വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയമുണ്ടായി. നമ്മൾ സാധാരണ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിച്ച ഒരു ദിവസം, ആ സ്നേഹക്കൊടി അവനെ കാട്ടുവാൻ ആഗ്രഹിച്ച ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ തെറ്റ്, നീ സ്വർണത്തിലാണ് വിശ്വസിച്ചത്, സമ്പത്തിലാണ് വിശ്വസിച്ചത്, ദൈവത്തിലല്ല വിശ്വസിച്ചത്. അത് അവൻ്റെ ഹൃദയത്തെ വല്ലാതെ തൊടുവാനിടയായി. അവനെ മുറിവേറ്റപ്പെട്ട് അവനൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംസാരം അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അന്നു മുതൽ അദ്ദേഹം ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പതുക്കെ മാറ്റം വരാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ സമാധാനം വന്നു. ഹൃദയത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിന്നിരുന്ന, ഇന്ന് വരെയും സ്വത്തും സമ്പത്തും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഭയം നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ ഭയമെല്ലാം പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സ്വത്തും സമ്പത്തും യോബിന് തിരിച്ചു കിട്ടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ ദൈവം അവൻ്റെ സമ്പത്തായി മാറി. ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? പണം സമ്പത്ത് ആയപ്പോൾ അവൻ ദൈവത്തിൻ്റെ പ്രസൻസിൽ, ദൈവത്തിൻ്റെ മുൻപിൽ ശൂന്യനായിരുന്നു. എന്നാൽ ദൈവം അവൻ്റെ സമ്പത്തായി മാറിയപ്പോൾ അവൻ റിയലി സമ്പന്നനായി മാറി. നമ്മളെ യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ വാക്യം ഇടപെട്ടാൽ നിങ്ങൾ സ്വർണം ഊരി കളയുവാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് സ്വർണം ഊരി കളഞ്ഞതുകൊണ്ട് താഴെ വായിക്കുന്ന വാക്യത്തിൻ്റെ എന്തെങ്കിലും മീനിങ് നമുക്ക് മനസ്സിലാകുമോ? ഉൾക്കരുത്ത് അതിൻ്റെ മനസ്സിലാകുമോ? എന്താണ്? അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കുമെന്ന്. ഏതെങ്കിലും ഒരു വ്യക്തി സ്വർണം ഊരിയത് കൊണ്ട്
ഈ സർവ്വശക്തനിൽ പ്രമോദിക്കാൻ പറ്റുമോ? ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായി നിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. നിൻ്റെ ഹൃദയം, നിൻ്റെ സമ്പത്ത് എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഈ സമ്പത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിൽ പ്രമോദിക്കാൻ പറ്റത്തില്ല. യോബിൻ്റെ ജീവിതത്തിൽ യോബ് പഠിച്ചത്, സകലവും ഉണ്ടായിരുന്ന യോബ് തൻ്റെ ജീവിതത്തിൽ ദൈവം പിശാചിനെ അനുവദിച്ചു, നീ അവനെ പോയി തൊട്. പക്ഷേ അവൻ്റെ ആത്മാവിനെ തൊടാൻ സമ്മതിച്ചില്ല. നീ അവനെ തൊടുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുകളും വ്രണങ്ങളും ഒക്കെ വന്നപ്പോൾ 3 ഫ്രണ്ട്സിലൂടെയാണ് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിച്ചത്. നമ്മുടെ ജീവിതത്തിലും അനേക ആളുകൾ നമ്മൾ ദർശനം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കുത്തുവാനായി ദൈവം പിടിച്ചു നിർത്തും, സാത്താൻ്റെ ദൂതനെ പോലെ. അവരെല്ലാം യോബിനെ ദൈവത്തിലോട് ആഴത്തിലേക്ക്, ഗുപ്തനിധികളിലേക്ക്, യോബ് 28 പറയുന്നു, ആഴങ്ങളിൽ പ്രാർത്ഥനയുടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആഴമെന്തെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ ആഴത്തിലേക്ക് ദൈവം യോബിനെ കൊണ്ടുപോകാനിടയായി. 42 അധ്യായത്തിൽ വരുമ്പോൾ യോബ് പറയുന്നു, ദൈവത്തിനൊരു കാര്യവും അസാധ്യമായില്ലല്ലോ. അവൻ്റെ ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ അവസ്ഥയെ ദൈവം മാറ്റി. അപ്പോൾ യോബിന് ഒരു കാര്യം മനസ്സിലായി, ദൈവമേ, ഇവരും ഈ സത്യം തിരിച്ചറിയണം, ഞാൻ അറിഞ്ഞ സത്യം. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അവസ്ഥയെ മാറ്റി. ഇവിടെ ദൈവം നമ്മളിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ പൊന്നു പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളയുക. ഇത് കേട്ടാൽ ഉടനെ നമ്മൾ, ഈ വചനം ഇവിടെ വിട്ടു, സ്വർണ്ണം ഊരാനാ. സ്വർണ്ണം ഊരിയത് കൊണ്ട് നിൻ്റെ ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിൻ്റെ പുറമേയുള്ള ഒരു ജാടയിലും ദൈവം പ്രസാദിക്കുന്നില്ല. നിൻ്റെ അകമയുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തെക്കുറിച്ചാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. അപ്പോൾ സർവശക്തൻ നിൻ്റെ പൊന്നും നിനക്ക് വെള്ളി വാളവും ആയിരിക്കും. അപ്പോൾ സർവശക്തൻ നിൻ്റെ പൊന്നും നിനക്ക് വെള്ളി വാളവും ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തെങ്കിലേക്ക് നിൻ്റെ മുഖം ഉയർത്തും. ഈ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാവരും, നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലൊന്ന് സമർപ്പിക്കാമോ? നിങ്ങളുടെ ആശ്രയം എവിടെയാണ്? നിങ്ങളുടെ സമ്പത്ത് എവിടെയാണ്? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സകലതുമുണ്ടെങ്കിലും അതിനെല്ലാം സെക്കൻഡറി ആക്കിക്കൊണ്ട് ഈ സർവ്വശക്തി, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ വിറ്റിട്ട് പോകേണ്ടൊരു സമയമാണ്. ഒരു മനുഷ്യൻ ട്രാൻസിലേക്കൊന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ശരീരം ഇരുന്നാലും ആത്മലോകത്തിലേക്കൊന്ന് കർത്താവ് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് എല്ലാം മനസ്സിലാകും, ദൈവമേ, ഇതൊന്നുമില്ല, ആത്മാവിനെ നേടുന്നതാണ് ഇമ്പോർട്ടൻ്റ്. സകലതും നേടിയിട്ട് നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്തു പ്രയോജനം? നമ്മൾ പുറമേ ഉള്ളതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നാളുകളായി നമ്മൾ കപടത്തിൽ പെട്ടുപോയപ്പോൾ നിങ്ങൾ ഉണർന്ന് പ്രകാശിക്കുക, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളെപ്പോഴും അവനോട് ചേർന്നിരിക്കുക. നിങ്ങളുടെ ഹൃദയമാണ് ദൈവത്തിന് പകരേണ്ടത്, അല്ലാതെ മറ്റൊരുവനിലൂടെ പ്രാർത്ഥിച്ച് കാര്യം നേടിയെടുക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് സമർപ്പിക്കുക. നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ, ഇന്ന് ദൈവം എന്നെ കേൾപ്പിച്ച, ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് നേരത്തേക്ക് ആത്മലോകത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ എടുക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് കേട്ടത്, ഒരു സഹോദരിയുടെ ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെനിക്ക് അയച്ചു തന്നു. അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വിധവയായ ഒരു സഹോദരി അയച്ചു തന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ പോയി, ആത്മലോകത്തിലേക്ക്. പെട്ടെന്ന് കേൾക്കുന്നത് ഹബക്കൂക്ക് 3 അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. എങ്കിലും അവൻ എന്നെ ഉന്നതങ്ങളിൽ നടത്തുമാറാക്കും. നീ സ്തോത്രം ചെയ്യാനകത്താവ് പറഞ്ഞത്. എല്ലാത്തിനും സ്തോത്രം ചെയ്യും. നിരാശ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ആരെങ്കിലും ഒന്ന് കൂടെ ഇന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് വിഷമമാണ്, ദുഃഖമാണ്, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഭയത്തിലിരിക്കുന്നു. നീ ദൈവത്തിലൊന്ന് ആശ്രയിക്കുക, ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങുക, അവനിൽ പ്രമോദിക്കുക, അവനിൽ ആനന്ദിക്കുക. ആ സർവശക്തിയിൽ നീ പ്രമോദിക്കുക. നിൻ്റെ ഹൃദയമാണ് ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നത്, നിൻ്റെ പുറമേയുള്ളതൊന്നുമല്ല. നിൻ്റെ ഹൃദയം ഒന്ന് ദൈവത്തിന് കൊടുക്കുമ്പോൾ അവൻ നിൻ്റെ ഹൃദയത്തിൽ പ്രസാദിക്കും. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ കൽപ്പന തന്നെ അതാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുക. ഇതൊക്കെ വിറ്റിട്ട് നമ്മൾ സ്വർണ്ണമൂരെന്നല്ല ദൈവം ആഗ്രഹിച്ചത്. നിൻ്റെ പുറമേയുള്ളതൊന്നിനെയും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം നിൻ്റെ ഹൃദയമാണ്.
അത് കൊടുക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ ദൈവം നിന്നിൽ പ്രമോദിക്കും, നിൻ്റെ ആഗ്രഹങ്ങളെ സാധിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.